പിശാചിന് ഈ അദൃശ്യ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ ജ്യോത്സ്യന്മാർക്കും പണിക്കന്മാർക്കൊക്കെ ഈ അദൃശ്യ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ല എന്നുള്ളതാണ്. കാരണം ഇവര് ഒരു വിഭാഗം ഈ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തത്വമായി തന്നെ പ്രചരിപ്പിക്കുന്നത് പിശാചിനെ കട്ട് കേട്ടിട്ട്, ആകാശലോകത്തുള്ള വാർത്തകൾ കട്ട് കേട്ടിട്ട് ഈ പണിക്കന്മാർക്ക്, ജ്യോത്സ്യന്മാർക്ക്, ഇങ്ങനെ പല ആളുകൾക്ക്, ദുർമാർഗങ്ങൾക്കൊക്കെ മറിഞ്ഞ കാര്യം എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്ന പിശാചുക്കൾ ആകാശത്ത് കട്ട് കേൾക്കുക. ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ അള്ളാഹു മലക്കുകളെ അറിയിച്ചു കഴിഞ്ഞാൽ മലക്കുകൾ അതിങ്ങനെ ചിറകിട്ടടിച്ചുകൊണ്ട്, അതിന്റെ ആ ഗൗരവത്തിൽ അതിനെ ചിറകിട്ടടിച്ചുകൊണ്ട് ആ മലക്കുകൾ ഓരോന്നും ആ ഇൻഫർമേഷൻ കൈമാറും. ഈ കൈമാറുമ്പോൾ ഈ പിശാചുക്കൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒന്നിനു മുകളിൽ മറ്റൊന്നായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോയിട്ട്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഒരു കൈ മറ്റൊരു കൈയിന് മുകളിൽ കാണിച്ചിട്ട് പറഞ്ഞു എന്നാണ് എനിക്കൊരു പണ്ഡിതൻ പറഞ്ഞു തന്നത്. അങ്ങനെ ഇവ എന്ത് ചെയ്യും, മലക്കുകളിൽ നിന്ന് ഇൻഫർമേഷൻ കട്ട് കേൾക്കും. കട്ട് കേട്ടിട്ട് എന്ത് ചെയ്യും, അത് ഭൂമിയിലേക്ക് എത്തിച്ചിട്ട് പിന്നെ അത് ആ ഭൂമിയിലുള്ള അവരുടെ സേവകന്മാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോഴാണ് അവർ പ്രവചിക്കും, ഇന്ന കാലം ഇന്നടുത്ത് കിടക്കും, ഇന്ന നടക്കുമെന്നെല്ലാം പറഞ്ഞ് പ്രശസ്തരാവരുത്. മനസ്സിലായില്ല അല്ലേ? ഭൂതഗണങ്ങൾ, ഈ ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ്, ജീവികളാണ്. പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് യാത്ര ചെയ്യാൻ, കടന്നു പോകാൻ അനുവാദമുണ്ട്. അവയുടെ രൂപം നമുക്കറിയില്ല, അവർക്ക് കടന്നു പോകാം. അത് ആ പോയി കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാവുന്നു, ആ ഉപരിലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം, അള്ളാഹു നിർദ്ദേശിച്ച ഒരു വഹി, ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്ന അള്ളാഹിൻ്റെ വഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, എൻ്റെ ഭാവനയല്ല, ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത്, ഹദീസാണ്. സംസാരിക്കുമ്പോൾ ഈ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക, അവയെ ഉൽക്കകൾ കൊണ്ട് എറിഞ്ഞ് നശിപ്പിക്കും, തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും, കേൾക്കാൻ സമ്മതിക്കില്ല. എന്നാൽ വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും. അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും, അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യ പിശാചുക്കളുണ്ടല്ലോ, ആ മനുഷ്യ പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും, എങ്ങനെ നമുക്കറിയില്ല, ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഈ ജ്യോത്സ്യൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിന്റെ കൂടെ ഒരു 100 കള്ളം കൂടി കൂട്ടി പറയും, 100 കളവാവും, 1 നടക്കും. നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും, കളവായത് ആളുകൾ മറക്കും. ഇതാണ് ഈ സംഭവിക്കുന്നത്. ഇതാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടെ പറഞ്ഞു? സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും പറഞ്ഞു. എവിടുന്ന് കിട്ടി? ഈ ആശയം ഖുർആനിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ തൗഹീദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതുകൊണ്ട് ശരിക്കും നിങ്ങൾ വിഷയം പഠിച്ചു പോകണം. കാരണം അല്ലാഹു പറഞ്ഞു, കുല്ലാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർളി വൽ ഇല്ലല്ലാഹ് വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. ആകാശത്തുള്ളവരാവട്ടെ, അള്ളൊഴികപ്പം മലക്ക്, ജിന്ന്, ഇസ്ലാം ജിന്ന് എല്ലാം വിട്ട് വല്ലാതെ ഭൂമിയിലുള്ളവര്, ഇപ്പൊ നബിമാരും മുർസലീങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട് അവർക്ക് ആർക്കും തന്നെ അദൃശ്യകാര്യം അറിയില്ല. ഇനി എന്താ അബ്ദുറഹ്മാൻ സലഫി അവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം, കട്ട് കേൾക്കാൻ സാധിക്കുമെന്ന് സലഫി പ്രസംഗിക്കുന്നത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പൊ പിശാചിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ ആദ്യത്തെ എന്റെ സംസാരത്തിൽ സൂചിപ്പിച്ചതുപോലെ പല തരത്തിലുള്ള ഉപദ്രവങ്ങളും മനുഷ്യനെ ഏൽപ്പിക്കുവാൻ സാധിക്കും എന്ന് വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കാണാം. എന്തിനധികം ചില വിവരങ്ങൾ കട്ടുകേട്ടിട്ട് ശൈത്താന്റെ ഔലിയാക്കന്മാരെ അത് പറഞ്ഞു കൊടുക്കും, മനുഷ്യന്മാരെ കൂട്ടത്തിലെ സ്വന്തക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും, അവരെ സഹായിക്കും എന്നൊക്കെ തന്നെ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പരിശോധിച്ച് നോക്കിയാൽ കാണാം. അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുമോ ശൈത്താന്? എന്താ അബ്ദുറഹ്മാൻ സലഫി അവിടെ ഉന്നയിച്ചിട്ടുള്ള ഒരു വാദം, കട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുമോ ശൈത്താന്? ശൈത്താന്റെ ആളുകൾക്ക് കട്ടുകേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ ശൈത്താന് കട്ട് കേൾക്കാൻ സാധ്യമല്ല. ശൈത്താനും മനുഷ്യനുമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഈസാ നബി ഇസ്ലാം അദ്ദേഹം ഒരു പ്രവാചകനാണെന്ന് ദൃഷ്ടാന്തമായിട്ട് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങൾ തിന്നുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതാണ്, നിങ്ങൾ ഭക്ഷിക്കാന്ന്. നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കാരണം ഉള്ള വഹിയിലൂടെ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഒരു സദസ്സിൽ പറഞ്ഞു, ഇപ്പോൾ നിങ്ങളെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇന്നഫീ ദാലിക ആയത്തൻ ലക്കും കൂട്ടും മുന്നിൽ,
നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ശരിക്കും നിങ്ങൾ വിഷയം നമ്മുടെ തൗഹീദ് വ്യതിയാനം സംഭവിച്ചു പോകരുത്. കാരണം ഈസാ നബി അലൈഹി സ്വലാം ഇവിടെ പ്രവാചകനാണ് എന്നതിന് പറയുന്നത് ഞാൻ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന. കാരണം മനുഷ്യനാൽ സാധിക്കൂല. അപ്പൊ അള്ളാന്റെ വഹി എനിക്കുണ്ട് രേഖയാണ്, അതിൽ ആയത്താണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ചോദിക്കാനുള്ളത് ഈ കരീൻ, അത് പിന്നീട് വിശദീകരിച്ചു കരീന്റെ പ്രശ്നം. പിശാച്ചിനെ കരീനിന് കീഴ്പ്പെടുത്തിയിട്ട് ഈ മറിഞ്ഞ കാര്യം അറിയുമെങ്കിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ എതിരാളി പറയില്ല ഈസാ നിന്റെ വീട്ടിൽ സൂക്ഷിച്ചു വെച്ച് ഞങ്ങൾ പറഞ്ഞു തരാമെന്ന്. ഇതെങ്ങനെ കൂട്ടരെ ദൃഷ്ടാന്താണത്? കാരണം പിശാച്ചിനെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ദൂരമുള്ള വർത്തമാനങ്ങളൊക്കെ അറിയാൻ സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ സംഭവത്തിന് പിശാച്ച് സാക്ഷി നിന്നിട്ടുണ്ടെങ്കിൽ ആ പിശാച്ചിനെ കീഴ്പ്പെടുത്തിയിട്ട് വർത്തമാനങ്ങൾ അറിയാമെങ്കിൽ മുഹമ്മദ് പൂർവിക ചരിത്രം പറഞ്ഞൊന്നും ദൃഷ്ടാന്താവില്ലല്ലോ. കാരണം അന്നുള്ള കുട്ടിച്ചാത്ത മുഹമ്മദിന് പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ കഥ നടക്കുമ്പോൾ, അല്ലെങ്കിൽ മൂസാ നബിന്റെ വടി ഇട്ട് പാമ്പായപ്പോ അള്ളാഹ് പറഞ്ഞു വമാക്കും തബി ജാനിബി തൂരിലായ്മ നബിയനി തൂരിസിന പർവ്വത്തിനില്ല, എന്റെ റൂഹാനി ഇല്ല. പിന്നെ എങ്ങനെയൊക്കെ ഈ സംഭവമൊക്കെ മനസ്സിലായി? ഞാൻ വഹിയിലൂടെ അറിയിച്ചതുകൊണ്ടാണ്, നീ പ്രവാചകനാണ്. അപ്പൊ ഇതൊന്നും ദൃഷ്ടാന്താവില്ല. കാരണം ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കുട്ടിച്ചാത്തന് പിശാച്ച് ഈ നബിമാർക്ക് മുഹമ്മദിനെ അറിയിച്ചു കൊടുത്തതാണ് പറയാലോ. പിശാചുക്കൾക്ക് കട്ട് കേൾക്കാൻ സാധിക്കുമെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മുൻപ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും മുഅ്ജിസത്തുകൾ എങ്ങനെയാണ് ദൃഷ്ടാന്തമാവുക? അതെല്ലാം ആ കാലഘട്ടത്തിലെ പിശാചുക്കൾ കട്ടുകേട്ട് പറഞ്ഞു കൊടുത്തതായിരിക്കില്ലേ? അതുപോലെ പ്രവാചകന്മാരുടെ എതിരാളികൾക്കും ഇങ്ങനെയൊക്കെ മറഞ്ഞ കാര്യങ്ങൾ പറയാൻ സാധിക്കില്ലേ എന്നൊക്കെ ചോദിച്ച സുല്ലമിയും കൂട്ടരും അതേ നാവുകൊണ്ട് തന്നെ ഖുർആനിന്റെ അവതരണത്തിന് മുമ്പ് വാനലോകത്ത് നിന്ന് അള്ളാഹുവും മലക്കും തമ്മിലുള്ള സംഭാഷണം കട്ടുകേട്ട് ഭൂമിയിൽ ജ്യോത്സ്യന്മാർക്കും മറ്റും അവരുടെ മനസ്സുകളിൽ ഒരു തരം ശബ്ദത്തിലൂടെയും തോന്നലുകളിലൂടെയും എത്തിച്ചു കൊടുത്തിരുന്നു എന്ന് എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തത് നിങ്ങൾക്ക് വഴിയെ കേൾക്കാം. അതിന്റെ മുമ്പായി ഈ വിഷയത്തിലൊന്നും മടവൂർ വിഭാഗം നേതാക്കൾക്കിടയിൽ അഭിപ്രായ ഭിന്നതയില്ലെന്ന മൻസൂർ അലിയുടെ വീരവാദവും അതിന്റെ യാഥാർത്ഥ്യവും നമുക്ക് പരിശോധിക്കാം. ഒപ്പം അലി മദനിയുടെ അവസരവാദവും നിങ്ങൾ നേരിൽ കണ്ടുകൊള്ളുക. വളരെ പ്രധാനമായി സുഹൃത്തിനോട് പറയാനുള്ളത്, ഈ വിഷയത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് CP ഉമർ സുല്ലമി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരേ ഒരു നിലപാടേ ഉള്ളൂ. മടവൂർ വിഭാഗത്തിൽ രണ്ടഭിപ്രായമല്ല ഒരഭിപ്രായമുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ജിന്നുകളെ സഹായിക്കുമെന്ന് ജിന്നുകൾ മനുഷ്യരെ സഹായിക്കും എന്ന് റൌഫ് അതിന് പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ചിലപ്പോഴവർ പറഞ്ഞാൽ ശരിയാവുന്നുണ്ടല്ലോ. നമ്മളെ മനസ്സിലതേ ചോദ്യം. തിൽക്കൽ കെലിമത്ത് ബിനൽ ഹഖ്, ആ സത്യമായ വാക്കില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. യഖ്തിഫുഹൽ ജിന്നിയു, അത് ഒരു ജിന്ന് പഠിച്ചെടുക്കുന്നതാ. സുമ്മ യുഖിറുഹാ ഫീ ഉദിനി വലിഹി, തൻ്റെ മിത്രമായ മനുഷ്യന്റെ ചെവിയിൽ അവനത് പറഞ്ഞു കൊടുക്കും. ഫയഖ്ലിതുഹാ ബിമിയത്തി കദിബ, അതിനോട് കൂടി ഒരു 100 കള്ളം കൂടി കൂട്ടിച്ചേർത്തവൻ പറയും ഇതാ സംഭവിക്കുന്നത്. മനസ്സിലായില്ല അല്ലേ? ഭൂതഗണങ്ങൾ, ഈ ജിന്നുകൾ എന്ന് പറയുന്ന ഭൂവാസികളാണ്, ജീവികളാണ്. പക്ഷെ അവക്ക് ഉപരിലോകത്തേക്ക് യാത്ര ചെയ്യാൻ, കടന്നു പോകാൻ അനുവാദമുണ്ട്. അവയുടെ രൂപം നമുക്കറിയില്ല, അവക്ക് കടന്നു പോകാം. അത് പോയി കഴിഞ്ഞിട്ട് അവ എന്തുണ്ടാവുന്നു? ആ ഉപരിലോകത്ത് വെച്ച് മലക്കുകൾ തമ്മിൽ നടക്കുന്ന സംസാരം, അള്ളാഹു നിർദ്ദേശിച്ച ഒരു വഹി, ഒരാളെ മരിപ്പിക്കണമെന്നോ ഒരാൾക്ക് സുഖം നൽകണമെന്നോ എന്നെ ചെയ്യണമെന്നൊക്കെ പറയുന്ന അള്ളാഹിന്റെ വഹി സ്വീകരിച്ചു വരുന്ന മലക്കുകൾ പരസ്പരം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ, എൻ്റെ ഭാവനയല്ല, ഭാവന പറയാൻ പാടില്ലാത്ത കാര്യങ്ങളായത് ഹദീസാണ്. സംസാരിക്കുമ്പോൾ ഈ ഉപരിലോകത്ത് ബന്ധപ്പെടുന്ന ജിന്നുകൾ ഇത് കട്ട് കേൾക്കാൻ വേണ്ടി ശ്രമിക്കും. അവ കട്ട് കേൾക്കാൻ ശ്രമിച്ചാൽ എന്താ ഉണ്ടാവുക? അവയെ ഉൽക്കകൾ കൊണ്ട് എറിഞ്ഞ് നശിപ്പിക്കും, തീജ്വാലകൾ കൊണ്ട് നശിപ്പിക്കും, കേൾക്കാൻ സമ്മതിക്കില്ല. എന്നാൽ വളരെ ദുർലഭമായി ചിലപ്പോൾ അവർക്കത് കേൾക്കാനും രക്ഷപ്പെടാനും സാധിക്കും. അങ്ങനെ വല്ലതും കേട്ടാൽ അവരെന്ത് ചെയ്യും? അവരെ ആശ്രയിച്ചും സേവിച്ചും കഴിയുന്ന മനുഷ്യപ്പിശാചുക്കളുണ്ടല്ലോ, ആ മനുഷ്യപ്പിശാചുക്കളുടെ ചെവിയിൽ പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ നമുക്കറിയില്ല, ഇന്നൊരു സംഭവം നടക്കാൻ പോകുന്നുണ്ട്. ഈ ജ്യോത്സ്യൻ എന്ത് ചെയ്യുന്നറിയോ? ഇതിന്റെ കൂടെ ഒരു 100 കള്ളം കൂടി കൂട്ടി പറയും.
100 കളവാവും, 1 നടക്കും. നടന്നത് മാത്രം ആളുകൾ പ്രചരിപ്പിക്കും, കളവായത് ആളുകൾ മറക്കും. ഇതാണ് ഈ സംഭവിക്കുന്നത്. ഇതാര് പറഞ്ഞു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എവിടെ പറഞ്ഞു? സഹീഹുൽ ബുഖാരിയിലും സഹീഹ് മുസ്ലിമിലും പറഞ്ഞു. എവിടുന്ന് കിട്ടി? ഈ ആശയം ഖുർആനിലുണ്ട്. ഇന്ന സയ്യന്ന സമാഅദ് ദുനിയാ ബിസീനത്തിൽ കവാകിബ്, സൂറത്ത് സാഫാത്ത്. ഈ സമീപത്ത് റഊഫ് മദനി എന്ന് പ്രസംഗിച്ചെന്നുള്ളതാ. റഊഫ് മദനിയുടെ CD ഞാൻ കണ്ടതാണ്, അതിൽ നിന്ന് റെക്കോർഡ് എടുത്തതാണ്. എന്ന് പ്രസംഗിച്ചതാണ് അദ്ദേഹം. അതറിയില്ല. അല്ല, നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ പലതും പറയുന്നത് ഷബാബിൽ വന്ന കാര്യം പറയുമ്പോൾ ഷബാബിൽ ഫിലിപ്പ് എഴുതിയതാണ്, HMD എഴുതിയതാണെന്നൊക്കെ പറയും. നിങ്ങൾ 2 അഭിപ്രായം പറയുന്നത്. നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അത് തിരുത്തിയിട്ടുണ്ട്, ഇത് തിരുത്തിയിട്ടുണ്ട്, സുല്ലമിക്ക് അങ്ങനെ പറ്റിയതാണ്, ഇങ്ങനെ പറ്റിയതാണ്. റഊഫ് മദനിയെ കുറിച്ച് പറയുമ്പോൾ അത് പറ്റിയതാണ്, ഇത് പറ്റിയെന്ന് പറയും. സക്കരിയ സ്വാലിഹ് എന്തെങ്കിലും പറഞ്ഞാൽ അത് ശിർക്ക്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. റഊഫ് മദനി പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റുമില്ല. കട്ടുകേൾവിയെ കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസംഗിച്ചിട്ടുള്ളത്. റഊഫ് മദനിയുടെ വിശ്വാസം എന്താണ്? നിങ്ങൾക്ക് 2 അഭിപ്രായം ഇല്ലെന്നല്ല പറഞ്ഞത്. റഊഫ് മദനിയുടെ വിഷയത്തിൽ നിങ്ങൾ കേൾപ്പിച്ച കട്ടുകേൾവിയെ കുറിച്ച് ആ വാദത്തോട് ഞങ്ങൾക്കൊരു എതിർപ്പുമില്ല. റഊഫ് മൗലവി പറഞ്ഞ ആ വാദത്തോട് 100% ഞങ്ങൾ യോജിക്കുന്നു. അലി മദനി എതിർത്തിട്ടുള്ള CD എന്റെ കയ്യിലുണ്ട്. അലി മദനി പറഞ്ഞിട്ടുണ്ട് കട്ട് കേൾക്കാൻ സാധ്യമല്ലെന്നുള്ള CD എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണം കേൾപ്പിച്ചു തരാം. മൈക്ക് ഓഫാക്കി. മൈക്ക് ഓഫാക്കി. മൈക്ക് ഓഫാക്കി. റഊഫ് മൗലവി പറഞ്ഞ ആ വാദത്തോട് 100% ഞങ്ങൾ യോജിക്കും. അലി മദനി എതിർത്തിട്ടുള്ള CD എന്റെ കയ്യിലുണ്ട്. അലി മദനി പറഞ്ഞിട്ടുണ്ട് കട്ട് കേൾക്കാൻ സാധ്യമല്ലെന്നുള്ള CD എന്റെ കയ്യിലുണ്ട്. ഞാൻ വേണം കേൾപ്പിച്ചു തരാം. മൈക്ക് ഓഫാക്കി. കട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുമോ? ഷെയ്ത്താന്റെ ആളുകൾക്ക് കട്ടുകേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ ഷെയ്ത്താന് കട്ട് കേൾക്കാൻ സാധ്യമല്ല. ഷെയ്ത്താനും മനുഷ്യനുമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മൈക്ക് ഓഫാക്കി. മനുഷ്യരെ സഹായിക്കും എന്ന് റഊഫ് മദനി പറയുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? റഊഫ് മദനി പ്രസംഗിച്ചതിൽ യാതൊരു തെറ്റുമില്ല. കട്ടുകേൾവിയെ കുറിച്ചാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസംഗിച്ചിട്ടുള്ളത്. ഇനി കട്ടുകേൾവിയെ കുറിച്ച് റഊഫ് മദനി പറഞ്ഞതെന്താ? ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട്, അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്ത് ചെയ്യും? എത്തിച്ചു കൊടുക്കും. റഊഫ് മദനി വിശദീകരിച്ചതാണത്. ഇത് ആരാ നിഷേധിച്ചത്? ആരും നിഷേധിച്ചിട്ടില്ല. കട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുമോ? ഷെയ്ത്താന്റെ ആളുകൾക്ക് കട്ടുകേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ ഷെയ്ത്താന് കട്ട് കേൾക്കാൻ സാധ്യമല്ല. ഷെയ്ത്താനും മനുഷ്യനുമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി കട്ടുകേൾവിയെ കുറിച്ച് റഊഫ് മദനി പറഞ്ഞതെന്താ? ജിന്നുകൾ കട്ട് കേൾക്കാറുണ്ട്, അങ്ങനെ അവന്റെ ആളുകൾക്ക് എന്ത് ചെയ്യും? എത്തിച്ചു കൊടുക്കും. റഊഫ് മദനി വിശദീകരിച്ചതാണത്. ഇത് ആരാ നിഷേധിച്ചത്? ആരും നിഷേധിച്ചിട്ടില്ല. കട്ട് കേൾക്കാൻ സാധിക്കുമെന്നാണ്. അങ്ങനെ കട്ട് കേൾക്കാൻ സാധിക്കുമോ? ഷെയ്ത്താന്റെ ആളുകൾക്ക് കട്ടുകേട്ട് പലതും എത്തിച്ചു കൊടുക്കുമെന്നാണ്. അങ്ങനെ ഷെയ്ത്താന് കട്ട് കേൾക്കാൻ സാധ്യമല്ല. ഷെയ്ത്താനും മനുഷ്യനുമായിട്ട് ആ തരത്തിൽ ബന്ധപ്പെടാൻ സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിൽ നിന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ജിന്ന് മനുഷ്യനെ സഹായിക്കുന്നുള്ളതാണോ? കട്ട് കേട്ട് മനുഷ്യനെ സഹായിക്കുന്നുണ്ടോ? റഊഫ് മദനി പറയുന്നത് ജിന്ന് കട്ട് കേട്ട് മനുഷ്യനെ സഹായിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് സഹായിക്കുന്നുണ്ടോ ഇല്ലേ? അല്ല, അതിന്റെ ബാക്ക് സുഹൃത്ത് മറുപടി കേൾക്കുകയല്ല ചെയ്യുന്നത്. ഉത്തരം പറയുമ്പോൾ വേറെ നോക്കുകയാണ് അവിടെ. പിന്നെ ഇവിടുന്ന് അത് മറച്ചു വെക്ക്, അടച്ചു വെക്ക്, എന്നിട്ട് കേൾക്ക്. ഉത്തരം പറയുമ്പോൾ വേറെ നോക്കുകയാണ് അവിടെ. പിന്നെ ഇവിടുന്ന് അത് മറച്ചു വെക്ക്, അടച്ചു വെക്ക്, എന്നിട്ട് കേൾക്ക്. പിന്നെ ഇവിടുന്ന് അത് മറച്ചു വെക്ക്, അടച്ചു വെക്ക്, എന്നിട്ട് കേൾക്ക്. കട്ട് കേട്ടിരുന്നു എന്നാണത്? അത് മുൻകാലത്താണ്. അമാനി മൗലവി വിശദീകരിച്ചു. റഊഫ് മദനി അതന്നെ പറഞ്ഞത്. ഇനി റഊഫ് മദനിയുടെ പ്രസംഗം ഞങ്ങൾ വളരെ കൃത്യമായി അത് കേൾപ്പിച്ചിട്ടുണ്ട്. ഏതില്?
നേരത്തെ ഞാൻ പറഞ്ഞ 6 CD-കളിൽ വളരെ കൃത്യമായി കേൾപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിനു പുറമെ അമാനി മൗലവിയുടെ പരിഭാഷ വായിക്കുന്നത് മുൻകാലത്ത് നടന്നതാണത്, ഇപ്പോൾ നടക്കുന്നില്ല. സൂറത്തു ജിന്നിലെ 9-ാമത്തെ ആയത്ത്, ഈ സൂറത്തു ഹിജ്റിലെ 18-ാമത്തെ ആയത്ത് വായിച്ചോ? തന്റെ വികലവാദം സമർത്ഥിക്കാൻ വിഷയം പൂർണ്ണമായി വായിക്കാതെ അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടിവരയിട്ട ഭാഗം മനഃപൂർവ്വം വിട്ടുകളഞ്ഞ് അലിമദനി തെറ്റിദ്ധരിപ്പിക്കുന്നത് ശ്രദ്ധിക്കുക. കൃത്യമായി പറയുന്നു, വളരെ കൃത്യമായിട്ട് ഈ 18-ാം വചനത്തിന്റെ ശീർഷകത്തിലും മറ്റും ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള ഒരു നബി വചനത്തിന്റെ സാരം മാത്രം ഇവിടെ ഉദ്ധരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹു ആകാശത്തിൽ വെച്ച് ഒരു കാര്യം തീരുമാനിച്ചാൽ അള്ളാഹുവിന്റെ വചനങ്ങളോടുള്ള ഭക്തി നിമിത്തം മലക്കുകൾ ചിറകടിക്കും. ഒരു മിനുസമായ വെള്ളക്കല്ലിന്മേൽ ചങ്ങല വലിക്കും പോലെയായിരിക്കും അത്. അവരുടെ ഹൃദയങ്ങളിൽ നടുക്കം നീങ്ങുമ്പോൾ റബ്ബ് പറഞ്ഞത് എന്താണെന്ന് അവർ ചോദിച്ചറിയും. ഇത് കട്ട് കേൾക്കുന്നവർ പിശാചുക്കൾ കേൾക്കും. അവർ ഒരാൾക്കു മീതെ മറ്റൊരാളായി നിലകൊള്ളുന്നുണ്ടായിരിക്കും. ശരിക്കും കേട്ടോ, ചിലപ്പോൾ കേട്ട ആൾ താഴേക്കുള്ളവർക്ക് അത് ഇട്ടുകൊടുക്കും മുമ്പ് തന്നെ അവന് തീജ്വാല ബാധിക്കും, അവനെ കരിച്ചു കളയുകയും ചെയ്യും. സൂറത്ത് ഹിജ്റിലെ 18-ാമത്തെ ആയത്ത്. ഇതിനപ്പുറം മറ്റൊരു വാദവും എന്ത് ചെയ്തിട്ടില്ല, റഊഫ് മൗലവി ഉന്നയിച്ചിട്ടില്ല. ഇനിയുമുണ്ട് കാര്യങ്ങൾ. ചോദ്യകർത്താവ് സഹകരിക്കണം. ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും അനുവദിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പോകണം. അടുത്ത് 8-ാമത്തെ ആളിനെ വിളിക്കണം. 2 പേരുടെ ഉള്ള ചോദ്യം, 2 കൂടെ ചോദ്യമുള്ളൂ. ഒരു ചോദ്യവും മുഖാമുഖം വെച്ചോ, പ്രധാന വിഷയങ്ങൾ പറഞ്ഞു. ചോദ്യകർത്താവ് സഹകരിക്കണം. ഒരു ചോദ്യവും ഒരു ഉപചോദ്യവും അനുവദിച്ചു. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ പോകണം. അടുത്ത് 8-ാമത്തെ ആളിനെ വിളിക്കണം. 2 പേരുടെ ഉള്ള ചോദ്യം, അടുത്ത് 8-ാമത്തെ ആളിനെ വിളിക്കണം. 2 പേരുടെ ഉള്ള ചോദ്യം, 2 കൂടെ ചോദ്യമുള്ളൂ. ഒരു ചോദ്യവും മുഖാമുഖം വെച്ചോ, പ്രധാന വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പോഴത്തെ അതൊന്നുമല്ല അവിടെ വിഷയം. ജിന്നിനെ മലക്കിനെ വിളിച്ച് തേടാൻ പാടില്ലേ? ജിന്നിനെ വിളിച്ച് സഹായിക്കാൻ അതാണ് മർമ്മം. ഞാൻ എനിക്കുള്ളത് നിങ്ങൾ മുഖാമുഖം വെച്ചിട്ടല്ല. നിങ്ങൾക്ക് 2 അഭിപ്രായം ഇല്ലെന്നല്ല പറഞ്ഞ. ഞാൻ പറയട്ടെ, ഞാനാണ് നിയന്ത്രിക്കുന്നത്. നിങ്ങൾ ദയവ് ഇത് അനുസരിക്കും. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് സംശയം തീർന്നതിൽ നമുക്ക് ഇനിയും സംശയ നിവാരണം നടത്താം. ഇത് ഈ ഒരു ചർച്ച കൊണ്ട് കഴിയുന്നില്ല. റഊഫ് മദനിയുടെയും മറ്റു വിഷയങ്ങൾ വീണ്ടും പരിശോധിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മുടെ സമയപരിധി അനുസരിച്ച് കാര്യങ്ങൾ മുമ്പോട്ട് പോകണം. നമുക്ക് അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് വിഷയം പൂർണ്ണമായി വായിക്കാതെ വിഷയം അട്ടിമറിച്ച് അവതരിപ്പിച്ചപ്പോൾ ചോദ്യകർത്താവിനാൽ പിടിക്കപ്പെട്ടു. അപ്പോൾ സുല്ലമിയും മൻസൂറും അധ്യക്ഷനുമൊക്കെ ചേർന്ന് നാണക്കേടിൽ നിന്ന് അലിമദനിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചതാണ് നിങ്ങൾ കണ്ടത്. വളരെ പ്രധാനം, തൗഹീദിന് വിരുദ്ധം, വൈബ് അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്ന വിശ്വാസത്തിന് വിരുദ്ധം എന്നൊക്കെ ആരോപിച്ച സലാം സുല്ലമി ഇപ്പോൾ പറയുന്നത് അത് ഇവിടുത്തെ പ്രശ്നമല്ലെന്നാണ്. സ്ക്രീനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന അടിവരയിട്ട ഈ ഭാഗം അലിമദനി വായിക്കാതെ വിട്ടതാണ്. അതും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അലിമദനി സമർത്ഥിച്ച ആശയമാണോ അമാനി മൗലവി എഴുതിയിട്ടുള്ളതെന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തുക. അലിമദനി വായിച്ച് നിർത്തിയതും തുടർന്ന് അമാനി മൗലവിയുടെ പരിഭാഷയിൽ നിന്ന് അലിമദനി വിട്ടുകളഞ്ഞതും നമുക്ക് ഒരുമിച്ച് വായിക്കാം. ചിലപ്പോൾ കേട്ട ആൾ താഴെയുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കും മുമ്പ് തന്നെ അവനെ തീജ്വാല ബാധിക്കും, അതവനെ കരിച്ചു കളയുകയും ചെയ്യും. ഇതുവരെ അലിമദനി വായിച്ച് ബാക്കി ഭാഗം വിട്ടുകളഞ്ഞു. നമുക്ക് രണ്ടും കൂടെ ചേർത്ത് ഒന്നുകൂടെ വായിക്കാം. ചിലപ്പോൾ കേട്ട ആൾ താഴെയുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കും മുമ്പ് തന്നെ അവനെ തീജ്വാല ബാധിക്കും, അതവനെ കരിച്ചു കളയുകയും ചെയ്യും. ചിലപ്പോൾ അടുത്ത് നിൽക്കുന്നവർക്ക് അത് ഇട്ട് കൊടുക്കുന്നതുവരെ ജ്വാല പിടിപെടാതെയും ഇരിക്കും. അങ്ങനെ അവരത് ഭൂമി വരെ എത്തിക്കും. എന്നിട്ട് അത് മാരണക്കാരുടെ അഥവാ ഗണിതക്കാരുടെ വായിൽ ഇട്ടുകൊടുക്കപ്പെടും. അവർ അതിൽ കൂടി 100 കളവും ചേർക്കും. അങ്ങനെ ഇന്നിന്ന ദിവസം ഇന്നിന്നത് ഉണ്ടാകുമെന്ന് അയാൾ അഥവാ മാരണക്കാരൻ നമ്മോട് പറഞ്ഞില്ലേ, അത് യഥാർത്ഥമായി കണ്ടില്ലേ എന്നൊക്കെ ജനങ്ങൾ പറഞ്ഞേക്കും. ആകാശത്ത് നിന്ന് യഥാർത്ഥത്തിൽ കേട്ട ആ വാക്കായിരിക്കും അത്. ബുഖാരിയിലെ ഹദീസ് ഉദ്ധരിച്ച് ഏതൊരാൾക്കും മനസ്സിലാകുന്ന വിധം അമാനി മൗലവി വിശദീകരിച്ചിട്ടും അത് മറച്ചുവെച്ച് അവതരിപ്പിച്ച് അലിമദനി തന്റെ കഴിവ് തെളിയിച്ചതാണ് നിങ്ങൾ കണ്ടത്.
എന്നാൽ ജീവിച്ചിരിക്കുന്ന റൌഫ് മദനിയുടെ കാര്യത്തിലും തഥൈവ. സുഹൃത്തുക്കളെ, ഇനി ചർച്ച ചെയ്യാം, നമ്മൾ എങ്ങും പോകുന്നില്ല, ഈ ഒരു വിഷയം കൊണ്ട് തീരുന്നില്ല. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇവർ ഈ അന്ധവിശ്വാസങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടി ഈ ഭാഗത്തുനിന്ന് എന്തൊക്കെ എടുക്കാൻ പറ്റുമോ അതൊക്കെ ഗവേഷണം നടത്തി എടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത് റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന്. റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. റൌഫ് മദനി ഇതെന്ന് പ്രസംഗിച്ച എന്ന് പ്രസംഗിച്ചെന്നുള്ളതാണ്. റൌഫ് മദനിയുടെ CD ഞാൻ കണ്ടതാണ്, അതിൽ നിന്ന് റെക്കോർഡ് എടുത്തതാണ്. റൌഫ് മദനിയുടെ CD ഞാൻ കണ്ടതാണ്, അതിൽ നിന്ന് റെക്കോർഡ് എടുത്തതാണ്. എന്ന് പ്രസംഗിച്ചതാണ് അദ്ദേഹം. അതിന്റെ ഭാഗമായിട്ട് അതാണ് അലിമദനി ആ സുഹൃത്തിനോട് ചോദിച്ചത് റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന്. റൌഫ് മദനി എന്ന് പ്രസംഗിച്ചതാണെന്ന് ചോദിക്കാൻ കാരണം വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. ആ കാലത്ത് പ്രസംഗിച്ച റൌഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ? റൌഫ് മദനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ? വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. ആ കാലത്ത് പ്രസംഗിച്ച റൌഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ? റൌഫ് മദനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ? വീഡിയോ കാസറ്റ് പോലും നിലവിലില്ലാത്ത കാലം. ആ കാലത്ത് പ്രസംഗിച്ച റൌഫ് മദനിയുടെ ഒരു ക്ലിപ്പിംഗ് വേണോ? റൌഫ് മദനിക്ക് ഒരു വിഷയത്തിൽ ഇപ്പൊ എന്താ അഭിപ്രായം ഉണ്ടെന്ന് അറിയാൻ? ഞങ്ങളുടെ പക്ഷത്തുള്ള ഒരു പണ്ഡിതൻ വർഷങ്ങൾക്ക് മുമ്പ് നടത്തി എന്ന് പറയുന്ന ഒരു ഓഡിയോ കാസറ്റ് കൊണ്ടുവരുമ്പോ അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെന്നെങ്കിലും മറക്കാതിരിക്കുക. അബ്ദുൾ റൌഫ് മദനി ഖത്തറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. ഏകദേശം വർഷത്തിൽ ഒരു തവണയെങ്കിലും റൌഫ് മദനി ജീവിച്ചിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. പിന്നെ അതുപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ കട്ടുകേൾവില്ലേ ജിന്നിന്റെ, അത് ഇപ്പോഴും ചെറിയ രീതിയിൽ ചെറിയൊരു തോതിൽ ഇന്ന് ഇപ്പോഴും നടക്കുന്നുണ്ടെന്നൊരു വാദമുണ്ട്. അതിപ്പം ആയത്തുകൾ കൊണ്ട് അങ്ങനെ ഖണ്ഡിതമായ രണ്ട് വീക്ഷണവും പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് മുമ്പ് അതുണ്ടായിരുന്നു എന്നും പിന്നീട് ഇത് പൂർണ്ണമായി നിലച്ചു എന്നും അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാര് പഴയ കാലത്ത് തന്നെയുണ്ട് പടത്തികളുടെ കൂട്ടത്തില്. എന്നാൽ ചിലര് പറഞ്ഞ മറ്റേ ഹദീസ് ഉണ്ടല്ലോ, ഈ ജ്യോത്സ്യന്മാര് പറയുന്നതിൽ 1% ശരി വരുന്നതിനെ പറ്റി നബി പറഞ്ഞല്ലോ, കട്ട് കേൾക്കുന്നു എന്നിട്ട് പറയുന്നു. ആ ഹദീസിന്റെ വെളിച്ചത്തിൽ വളരെ നേരിയ, അതായത് പണ്ടുണ്ടായിരുന്ന അത്ര വ്യാപകമായിട്ട് അല്ലാത്ത രീതിയിൽ വളരെ ചെറിയ അളവിൽ അങ്ങനെ സംഭവിച്ചേക്കാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അതിപ്പോ നമുക്ക് ഒന്ന് മാത്രമേ ശരിയുള്ളൂ എന്ന് ഉറപ്പിച്ച് നിൽക്കേണ്ടതില്ല. ഈ രണ്ട് വീക്ഷണം മുമ്പുള്ളവർക്കുണ്ടല്ലോ. അപ്പം അതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല അല്ലേ സാർ? അല്ല, അതിപ്പോ വെച്ചാലിപ്പോ ഈ ജ്യോത്സ്യന്മാർ, ഇപ്പൊ നമുക്ക് പറയാം ജ്യോത്സ്യൻ പറയുന്ന കളവാന്നൊക്കെ നമുക്ക് പറയത്തള്ളാം. പക്ഷെ എവിടെയൊക്കെയോ ഇവർ പറയുന്നതിന്റെ എന്തോ ചിലത് ശരിയാവുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ആ ശരിയാവുന്നതിനൊരു ന്യായീകരണം കൊടുക്കാൻ പറ്റാതിരുന്നാല് നമ്മൾ ഈ പറയുന്നത് വിശ്വസിക്കേണ്ട ആള്, അത് ഹിന്ദുവോ മുസ്ലിമോ ആരാവട്ടെ, അവൻ എന്താ പറയാ, നിങ്ങൾ വെറുതെ വേറിട്ടത് പറയുകയാണെന്ന് പറയും. അപ്പൊ അതിനുള്ള വിശദീകരണമാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ വാചകത്തിൽ അത് അവസാനിക്കുന്ന അർത്ഥത്തിലോട്ടല്ലതാണ്. കട്ട് കേൾക്കുന്നു, അവരതിന്റെ കൂട്ടാളികളായി ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നു, അവനതിന്റെ കൂടെ കുറെ കളവുകൾ കൂടി കൂട്ടി പറയുന്നു, അതിൽ 99 കളവാകുന്നു, ഒന്ന് ശരിയാവുന്നു. ഈ ശരിയായതിനെപ്പറ്റി മാത്രം ആളുകൾ സംസാരിക്കുന്നു. ഇതാണ് സംഭവിക്കുന്നതാണ് ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നമുക്ക് നൽകിയിരിക്കുന്ന വിശദീകരണം. അപ്പൊ ആ വിശദീകരണം നിലനിൽക്കുന്നതിനെ കണക്കാക്കാതെ പക്ഷെ ഇപ്പോഴും പറയുന്നത് അത് നബിയുടെ നുബുവത്തോടെ ആ ഒരു കട്ടകൾ നിലച്ചു എന്നാണ് എപ്പോഴും പറയുന്നത്. അല്ല, അതിപ്പോ സൂറത്തുൽ ജിന്നിലെ ആയത്തില് ജിന്നുകളുടെ സംസാരം കോട്ട് ചെയ്ത് അല്ലാഹു പറയുന്നുണ്ട്, നമ്മൾ മുമ്പ് അവിടെ കേൾക്കാറുണ്ടായിരുന്നു, ഇപ്പൊ അവിടെ കേൾക്കാനിരുന്നാല് നമ്മുടെ പിന്നാലെ ഉൽക്കകൾ വന്ന് വീഴുകയാണ് എന്നൊക്കെ പറയുന്ന ആയത്തുണ്ട്. ആ ആയത്ത് മാത്രം എടുത്ത് സംസാരിച്ചാൽ ശരിക്കും അത് ഇല്ല, തീർത്തും അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കാം. അങ്ങനെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേസമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജ്യോത്സ്യന്മാർ പറയുന്നത് ശരിയായതിനെ പറ്റി ചോദിച്ചപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മറുപടി പറഞ്ഞിട്ടുമുണ്ട്. രണ്ടും കൂടി കൂട്ടി ജമ്മ് ചെയ്യാന്നല്ല പറയാ, രണ്ടും കൂടി കൂട്ടി വായിക്കുന്ന രീതി എന്താന്ന് പറഞ്ഞാല് നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ഇല്ലാതെയായി. എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ 100-1 പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ പറ്റുന്നു. ഇതിന് അത്ര എളുപ്പത്തിൽ പറയാൻ കഴിയുള്ളൂ. ഇവിടെയുള്ള പ്രശ്നം എന്താ? അതിനേക്കാളൊക്കെ ഉപരി കട്ട് കേൾക്കോ ഇല്ലേ എന്നതിനേക്കാൾ ഉപരി കട്ട് കേട്ടിരുന്നു, ഇപ്പോൾ ഇല്ല. നബിക്ക് നുബുവത്ത് കിട്ടിയോടുകൂടി അതെന്ത് ചെയ്തിട്ടുണ്ട്? നിലച്ചു പോയിട്ടുണ്ട്. ഖുർആൻ നിരവധി സ്ഥലത്ത് വിശദീകരിച്ചു. നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടുകൂടി ഇല്ലാതെയായി.
എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ 100-1 പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ തെറ്റൊന്നും ഇതിന് അത്രയിൽ പറയാൻ കഴിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന അളവിൽ ആകാശ ലോകത്തുനിന്ന് കേൾക്കാനുള്ള സാധ്യതകൾ ചെറുതായുടെ ആഗമനത്തോടുകൂടി ഇല്ലാതെയായി. എന്നാൽ വളരെ നേരിയ തോതിൽ എവിടെയെങ്കിലുമൊക്കെ 100-1 പോലെ എന്തെങ്കിലുമൊക്കെ കട്ട് കേൾക്കാൻ അവർക്ക് ഇപ്പോഴും സാധ്യമാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ തെറ്റൊന്നും ഇതിന് അത്രയിൽ പറയാൻ കഴിയില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഇത് തിരുത്തിയിട്ടുണ്ടോ? തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തിയത്? തിരുത്തിയിട്ടുണ്ടെങ്കിൽ ഏത് ആയത്തിന്റെ അടിസ്ഥാനത്തിൽ, ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് തിരുത്തിയത്? കേൾക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്.